ഞാനൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല ചെറുതായിട്ട് പേടിയുണ്ട്. ചെയ്യാലേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദാർജുൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിംഗ് വീഡിയോ വ്ലോഗോ ഒന്നും അല്ല. ഞാനൊരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫേസ് ഒന്ന് ഷേവ് ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല എന്താവും എന്നുള്ളത്. കാരണം എനിക്ക് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പർ ലിപ്സ് ആയാലും ഐബ്രോസ് ഓഫ് കോഴ്സ് വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് വളരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ത്രെഡിങ് തന്നെയാണ് ചെയ്യാറ്. എനിക്ക് ഈ വാക്സിൻ എന്ന് പറഞ്ഞ കാര്യം കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു തവണ വാക്സ് ചെയ്തിട്ടുള്ളൂ, അതും എൻ്റെ കല്യാണത്തിന്റെ സമയത്താണ്. അപ്പൊ അത് കഴിഞ്ഞോടെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി വാക്സ് ചെയ്യേ വേണ്ടാന്ന്. അപ്പോൾ കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഈ അടുത്ത് ഞാനിങ്ങനെ നോക്കാറുണ്ട് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോന്ന്. അപ്പോൾ ഈ ഒരു ഫേസ് ഷേവിങ്ങിനെ കുറിച്ച് കാണുമ്പോൾ എപ്പോഴും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് മിത്തുകളുണ്ടല്ലോ, അതായത് ഈ പെട്ടെന്ന് കൂടുവോ, തിക്നെസ് കൂടുവോ, അല്ലെങ്കിൽ പിന്നെയും എപ്പോഴും ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ കുറച്ച് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് കുറേ ബെനഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം. കാരണം നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ് കെയർ ചെയ്യണം, നമ്മൾ സ്കിൻ കെയർ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് അഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ പെട്ടെന്ന് രീതിയിൽ പെനിട്രേറ്റ് ചെയ്യാനും ഈ ഒരു ഫേസ് ഷേവിങ് ഭയങ്കരധികം ബെനിഫിറ്റ് ആവുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർമേസിയുടെ ഫേഷ്യൽ റേസർ ഫോർ വുമൺ ആണ്. ഇതൊരു 3-in-1 പാക്കാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ റേറ്റ് 299 ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം അടിപൊളി റിവ്യൂസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് പ്രോഡക്റ്റ്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയായിട്ട്. ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ട്. ആൻഡ് ഇതിൽ വന്നിട്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിന്റെ പ്ലേഡ്. എന്താ എന്താവും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡി ആവട്ടെ. അതായത് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കണം, ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ പോയിട്ടൊന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാർമേസിയുടെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഷേവിംഗ് ബാം ആണ്. ഇത് അത്യാവശ്യം നല്ല രസം, നല്ല മണം, നല്ല മണമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പ്രീ ആൻഡ് പോസ്റ്റ് ഷേവിംഗ് ബാം ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ആദ്യം തേക്കാം, അതിനുശേഷം ചെയ്തതിന് ശേഷവും നമുക്ക് തേക്കാവുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 199 ആണ്. അപ്പോൾ ഇതും നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ പോയിന്ന് സെറ്റായിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അതേ പോയിട്ട് ഫേസ് ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് ബാം തേക്കണം. അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് റേസർ ഷേവിംഗ് ബാം. ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊരു കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, അതായത് ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇത് നമുക്ക് ഫേസിൽ ത്രൂ ഔട്ട് തേക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പർ ലിപ്സ്, പിന്നെ ഈ ഒരു ഭാഗം, പിന്നെ കുറച്ച് ചെയിൻ ഭാഗത്തുണ്ട് കുറച്ച് ഹെയർ ആൻഡ് ഐബ്രോസ്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉള്ളൂങ്കിലും നമുക്ക് സ്കിന്നിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയറിൽ. അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അലോവേരയാണ്. അപ്പോൾ അലോവേര ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും സ്കിന്നിനും റേസറിനും ബിറ്റ്വീൻ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈലി കംഫർട്ടബിൾ ടു യൂസ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓൾസോ. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആയുധം എടുക്കാം. ആയുധമൊക്കെ യുദ്ധത്തിന് പോണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിന്നിന് ആക്നേസോ അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട്സോ ഇൻഫ്ലമേഷനോ ഉള്ള സമയത്തൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് വേഴ്സ് ആക്കും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ടൈമാണ്. സ്കിന്നിൽ ആക്നേസ് ഒന്നും എനിക്ക് അങ്ങനെ വരാറില്ല. പിന്നെ ഒരു പീരീഡ്സ് ടൈമിലാണ് പിന്നെയും ആക്നേസ് ഉണ്ടാവാറ്. സോ ഇപ്പം എന്തായാലും കറക്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ. അവിടെ ചെറുതായിട്ട് പേടിയുണ്ട്. അല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അങ്ങനെ അത്ര തീർന്നു. പക്ഷെ അറിയില്ല, അതുണ്ടെങ്കിൽ നോക്കിയിട്ട് കണ്ടൊക്കെ ചെയ്യാലേ.
ഡാർലിംഗ് ദിലീപ് പറയുന്ന പോലെ എങ്ങനെ ഒരു പടം വരയ്ക്കാന്നുള്ള പോലെ എങ്ങനെ റേസ് ചെയ്യാം. ഞാൻ മീശയിലാണ് അതിന് ഇനി രാമോഴനെ മീശക്കായി എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇതിലേക്കൂടെ നമ്മൾ ചെയ്യുന്നത് അറിയുന്ന പോലുമില്ല. മീശ എനിക്ക് അത്ര വലിയ സംഭവമായിട്ടില്ല, അതുകൊണ്ട് വളരെ കുറച്ചുള്ളൂ. നമുക്ക് പേടിച്ച പോലെ ഒന്നുമില്ല. ഇവിടെ നല്ല സ്മൂത്തായി സോഫ്റ്റായി കുറച്ചുകൂടെ. അപ്പൊ ചിൻഭാഗത്തും ലെഫ്റ്റ് സൈഡിലുമാണ് നമ്മൾ ഇനി ഷേവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിതിലൊരു പ്രോ ആയി. കാരണം ആദ്യമൊക്കെ ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു. ഇപ്പം എനിക്കത്ര സ്ലോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് ധൃതി കൂട്ടി സീരാക്കണ്ട. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടത്തെ ഒരു പോർഷൻ ഫുള്ള് സെറ്റായിട്ടുണ്ട്. എനിക്ക് ഇവിടെ തന്നെ ഉള്ളൂ, ഇവിടെ ഒന്നും ഹെയർസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല. ആൻഡ് ഇനി ഫോർഹെഡ്, ആ ഹെയർ മൊത്തം ഇവിടെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് വാങ്ങണം. അപ്പോൾ നമുക്കിനി ഫോർഹെഡ് ചെയ്യാം. ഫോർഹെഡ് ചെയ്യാനായിട്ട് എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. അതായത് നമ്മുടെ ഐബ്രോസ് ഒന്നും കട്ടായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. അതായത് നല്ല ഷേപ്പിൽ ഐബ്രോസ് എടുക്കാനേ എക്സ്ട്രാസ് കളയാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി ഐബ്രോ ചെയ്തതിന് ശേഷം ഒരു 1 വീക്കിനുള്ളിൽ എക്സ്ട്രാസ് ചെറുതായിട്ട് വരുമല്ലോ, ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലാതെ നല്ല ഹെയർ ഗ്രോത്ത് ആയിട്ടിരിക്കുന്ന സമയത്ത്, ഐബ്രോസ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഷേപ്പ് ഡിഫൈൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് അറിയുന്നവർക്ക് കുഴപ്പമില്ല, അറിയില്ലാത്ത എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഐബ്രോസിൽ ഒരുപാട് താജ്മഹൽ പണിയുന്നില്ല. കാരണം ഞായറാഴ്ച ഒരു കല്യാണമുണ്ട്. ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ നമുക്കിനി ഈ ഒരു ഫേസ് പ്രീ ആൻഡ് പോസ്റ്റ് ഷേവ് ബാം യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അഗെയിൻ നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് ഷേവ് ബാം നമുക്ക് ഫേസിലൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. എനിക്കൊരു എന്താ പറയുക, ഇതിപ്പോൾ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടോ. ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയി. പക്ഷെ എനിക്കൊരു ഇച്ചി ഫീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത് 6 പാറ്റേണിലാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് പോയി. അപ്പം ഞാൻ എന്തായാലും മേക്കപ്പ് കൂടെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കണ്ടു കുറേ വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുന്നത് മേക്കപ്പ് ചെയ്യാതെയാണ് ഭംഗി എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് കിട്ടാറ്. പക്ഷെ നിങ്ങളുടെ എല്ലാം കമൻസ് കാരണം ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നില്ല. ഇന്ന് ഞാനിങ്ങനെ തന്നെ എന്നാലും നമുക്കൊന്ന് മുടിയൊക്കെ ഒന്ന് അയച്ചിടാം. വേണമെങ്കിൽ ഒരു കമന്റ് ഇടാം. മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരാളെ പോലെ ഇരിക്കുന്നല്ലേ എനിക്ക് തോന്നാറുണ്ട്. ഇനി മേക്കപ്പ് ചെയ്യാത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ ആ സമയത്ത് പോയി മേക്കപ്പ് ഇട്ടിട്ട് വേറെ ആളാണെന്നൊന്നും പറയരുത്. ഓക്കെ, സോ ഈ ഒരു പ്രോഡക്റ്റ് നൈക്ക ആമസോൺ പർപ്പിളിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഷേവിങ്ങിനെ കുറിച്ചുള്ള എല്ലാ മിസ്കൺസെപ്ഷനും മാറ്റി വെച്ചോ. കാരണം ഹെയർ ഭയങ്കര തിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ സ്കിന്ന് ഭയങ്കര റഫ് ആവുന്നത്, എനിക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അത് കൂടാതെ തന്നെ നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ഷേവിങ് പ്രീ ആൻഡ് പോസ്റ്റ് ജെല്ല്. ഇത് നല്ല രസമുണ്ട്. അതായത് നല്ല സ്മെല്ലാണ്. സ്മെല്ല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് കൂടാതെ തന്നെ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ ബാം
വാങ്ങുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ ഇതിലുള്ള അലോവേരയും കുക്കുംബറും നീമും എല്ലാം നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ ക്ലെൻസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് വയ്ക്കുന്നു. സോ ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ.